രണ്ടാമത് നമുക്ക് വാഷ് ചെയ്യുമ്പോഴാണ് ചെയ്യാൻ പറ്റുന്നത്. ഒന്നെന്ന് പറയുന്നത് ഈ വെയിറ്റ് മാറ്റിയിട്ട് തന്നെ വാഷ് ചെയ്യാം. ഈ നോസിലും അകത്തുള്ള ഇത് വഴിക്കാണ് ഈ പ്രഷർ പോകേണ്ടത്. പ്രഷർ തിങ്ങി നിറഞ്ഞ് ഇതിന് പോകാൻ പറ്റാതാകുമ്പോൾ മാത്രമേ ഇത് ബ്ലാസ്റ്റ് ചെയ്യുകയുള്ളൂ. അപ്പോൾ ഈ ഒരു ഭാഗത്തുണ്ടാകുന്ന എന്തെങ്കിലും ഒരു മിസ്റ്റേക്ക് ആയിരിക്കും അതിന് കാരണം. അപ്പോൾ അതെങ്ങനെ ഒഴിവാക്കാം എന്നൊക്കെ. ഫസ്റ്റ് ഓഫ് ഓൾ നമ്മളെല്ലാവരും ചെയ്യുന്ന കാര്യമായിരിക്കും, ചിലർ ചെയ്യാത്ത കാര്യം കൂടെയാണ്. ചെയ്യേണ്ട ഒരൊറ്റ കാര്യമുള്ളൂ. സിമ്പിളായിട്ട് ഈ സൈഡിൽ ഇങ്ങനെ ഒന്ന് ഊതുക, തിരിച്ച് സൈഡ്. ഇത് ഹൈജീനിക്ക് കാര്യങ്ങളൊക്കെ നോക്കുന്നവരാണ് അങ്ങനെ ഇതും ഹൈജീനിക്ക് ഇല്ലല്ലോ എന്നൊക്കെ ചിന്തിച്ചിട്ട് കാര്യമില്ല. ഇതല്ലെങ്കിൽ വില കാത്തിരിക്കുന്ന സാധനം വെച്ച് ചെയ്യാൻ പറ്റുന്നവരാണ് ചെയ്യുക. നിങ്ങൾ അങ്ങനെ ചിന്തിക്കുന്നവരാണെങ്കിൽ ഇത് കഴിയുമ്പോൾ ഇത്തിരി വെള്ളം ഒഴിച്ച് കഴുകുക, അത്രേ ഉള്ളൂ. അല്ല ഞാൻ എന്ത് പറയുന്നത്. ഇനി അടുത്ത് ചെയ്യാൻ പറ്റും. ഇതിൻ്റെ ഇപ്പം നമുക്കിപ്പം ഈ ഒരു സെൻറ്റർ ഭാഗത്തുള്ള ചിലപ്പം അങ്ങനെ ചൂടി കളയാൻ പറ്റും. ഇതും പോകും. ഇതിന് ഈ സൈഡിൽ കുറച്ച് ഹോൾസ് ഉണ്ട് കണ്ടോ. ഈ സൈഡിലുള്ള ഹോൾസിൽ ഇങ്ങനെ പോകുമോ എന്ന് ചോദിച്ചാൽ അത്ര ഉറപ്പ് പറയാൻ പറ്റില്ല. ചിലപ്പോൾ നമുക്ക് ഈ തൂരപ്പരിപ്പൊക്കെ സാമ്പാറിൻ്റെ ഒക്കെ അതൊക്കെ കൂടെ ആയിരിക്കും ചിലപ്പോൾ ഈ അതിനകത്ത് കയറി അടഞ്ഞിരിക്കുന്നുണ്ട്. അത് ഉണങ്ങി തിരിച്ചു കഴിഞ്ഞാൽ നമ്മൾ ഈ ഊതിയിട്ടും വലിയ പ്രയോജനം ഉണ്ടോ എന്ന് വെച്ചാൽ അറിയില്ല. ഇങ്ങനെ പേസ്റ്റ് പോലെ അതിങ്ങനെ ഒട്ടിരിക്കും. നമ്മൾ ഈ ഉരച്ചാലേ ഈ സൈഡിലൊക്കെ ഇങ്ങനെ പറ്റിയിരിക്കുമല്ലോ ഈ കുക്കറിൽ സാമ്പാറൊക്കെ ഉണ്ടാക്കുമ്പോഴത്തേന്. അതൊക്കെ നമ്മൾ ഇത്തിരി വെള്ളം ഒഴിച്ച് കഴിയിട്ടോ ഒന്നും അങ്ങനെ പോകില്ല. ഉരച്ചാലേ അതൊക്കെ പോവുള്ളൂ. അപ്പം അങ്ങനെ ചിലപ്പോൾ കയറി അടഞ്ഞിരിക്കും. അങ്ങനെയുള്ളതിനെ കളയാനായിട്ട് നമുക്ക് സെപ്റ്റിക്കും യൂസ് ചെയ്യാം. പിന്നെ ഇന്ന് എടുത്തിട്ട് ഈ എല്ലാ ഹോൾസിൽ കൂടെയും ജസ്റ്റ് ഒന്ന് കയറ്റി ഇറക്കാം. ഇതാ പിന്നെ ഒന്നകത്തൂടെ കയറ്റി ഇങ്ങനെ ഒന്ന് തിരിച്ചു കൊടുക്കുക. ചിലപ്പോൾ അപ്പുറ സൈഡ് വരികയും ചെയ്യും. വന്നാലും വന്നില്ലെങ്കിലും നമുക്കൊന്ന് അതിനെയൊക്കെ ഒന്ന് ക്ലീൻ ചെയ്തെടുക്കാം. കണ്ടോ, എല്ലാ സൈഡും ഇങ്ങനെ ഒന്ന് ക്ലീൻ ചെയ്യാം.